Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, miss. Prayer Good പറഞ്ഞു. morning, ma'am. Prayer പറഞ്ഞോ. ചന്തമേറിയ പൂവിലും ശബളമമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാശമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാ ഈ മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. Sign in. Good morning, everyone. I am Ligia Raji. Today I am going to sign in all of you into this class. A warm welcome to our beloved teacher and students. In this class, we are going to learn something different for the further. Let's begin the class. Thank you. Thank you. Dr. Sukadeva പറഞ്ഞോ കേട്ടോ. Dr. Sukadeva പറഞ്ഞോ കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? മാം നമ്മള് സെമിനാറിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഗ്രേറ്റ് പേഴ്സൺസിനെ കുറിച്ചിട്ടാണോ? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, ആൽഫബറ്റിന്റെയും നമ്പേഴ്സിന്റെയും ഒക്കെ. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നതെന്ന് പറയാമോ? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലേ? ആണോ? Unit 9. യൂണിറ്റ് 9. ചൈൽഡ് വെൽഫെയർ അല്ലേ? സെമിനാർ കഴിഞ്ഞാണോ? ചൈൽഡ് വെൽഫെയർ അല്ലേ? ആ, ചൈൽഡ് വെൽഫെയർ അല്ലേ? നമ്മള് ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചിട്ടായിരുന്നു ലാസ്റ്റ് സെമിനാർ എടുത്തത്, ഓർമ്മയുണ്ടോ? പിന്നെ ആ ഫിലിം സ്റ്റഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഏതെങ്കിലും ഫിലിം കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 8 അല്ലേ ചൈൽഡ് വെൽഫെയർ? യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ കേട്ടോ. എവിടെന്നാണോ പറഞ്ഞത്? ഫിലിമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ. നമ്മള് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ആൽഫബറ്റ് ചാർട്ട്, പിന്നെ നമ്പർ ചാർട്ട്. ഓക്കെ. പ്രിപ്പയർ ചെയ്തോ? ചെയ്തു. ഓക്കെ. പ്രസന്റ് ചെയ്യാനായിട്ടാണെങ്കിൽ എല്ലാവരും പേര് മെസ്സേജ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഒരു ഓർഡറിൽ വിളിക്കാം കേട്ടോ. എനിക്ക് വരുന്ന മെസ്സേജിന്റെ ഓർഡറിലായിട്ടാണ് വിളിക്കുന്നത്. ചാർട്ടൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണിച്ചാൽ മതി. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ ചെയ്യുമ്പോ അടുത്ത ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് കാണിച്ചാൽ മതി. ഓക്കെ, ആ ശരി. ഓഫീസ്
വിളിച്ചോ മാം? ചെയ്തോടാ. മാം വിളിച്ചോ? വിളിച്ചു. പ്രസന്റ് ചെയ്തോ. ഓക്കെ ഓക്കെ. നമ്പർ ചാർട്ട് അല്ലേ? എടാ ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുമോ? അറിഞ്ഞോടാ. നമ്പർ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ ഏട്ടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൽഫബറ്റ് ചാർട്ടോ. ഓക്കേടാ, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷഹനാസ്. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചാർട്ട് അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഏടാ, നെക്സ്റ്റ് നിഷാന. നിഷാന കാണുന്നുണ്ടോ? കാണാതെ കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ വരച്ചിരുന്നൊന്നും അല്ലേ? ഇത് വരച്ചതാ. നന്നായിട്ടുണ്ട്. ആൽഫബറ്റ് ചാർട്ട്. ആൽഫബറ്റ് ചാർട്ട് അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. അതിനിക ആണോ? ആർട്ടിക്ക. അധിക. ഒരു മിനിറ്റ് കേട്ടോ മാം. ബാക്ക് ക്യാമറ നോക്കണേ. ഒരു മിനിറ്റ് കേട്ടോ, നോക്കട്ടെ. ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്. ചെറുതായി പോയോന്ന് ഡൗട്ട് ഉണ്ട്. ഏതൊക്കെ ആൽഫബറ്റ് ചാർട്ടിന്റെ കുറച്ചൊന്ന് ബാക്കോട്ട് നോക്കട്ടെ. ഓക്കെ 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 ഓക്കേടാ. പക്ഷെ നല്ല ചെറിയ ഇമേജ് ആയി പോയെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ വലുതായിരുന്നെങ്കിലേ കുട്ടികളുടെ അത് കുട്ടികളെ ഞാൻ LKG ബുക്കിനെ വെട്ടിട്ടു. ഇത് നമ്പർ ചാർട്ട്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വർഷാട്ടാടാ. ഞാൻ കാണിച്ചോട്ടെ മാം, കാണുന്നുണ്ടോ? വർഷം പ്രസന്റ് ചെയ്തോടാ. നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചാർട്ട് കാണിച്ചോ. ഓക്കേടാ, വരച്ചാണല്ലേ? അതെ മാം. അതെല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു മാം. പിന്നെ പേര് മെസ്സേജ് അയച്ചാടാ. ഓക്കെ മിസ്. ബിന്ദു ബിന്ദു ഹസീന 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 ചെയ്തോടാ.
ആൽഫബറ്റ് ചാർട്ട് നമ്പർ താങ്ക് യു മാം. പിന്നെ മ്യൂട്ട് എന്താണ് മ്യൂട്ട് ആക്കാൻ പറഞ്ഞത്? എക്കോ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ മാം. ഗീതു 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 ഇത് മ്യൂട്ട് ഓൺ ചെയ്താൽ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടു ആൽഫബറ്റ് ചാർട്ട് ഉണ്ട് കേട്ടോ. നോക്കിട്ട് 1 മിനിറ്റ്. ഓക്കെ, പക്ഷെ കുറച്ചും കൂടി വലിപ്പത്തിൽ എഴുതിയിരുന്നെങ്കിൽ നന്നായനെ. നന്നായനല്ല, കുട്ടികൾക്ക് കുറച്ചുകൂടി കണ്ണിൽ കാണാൻ പറ്റും. ഞാൻ എന്താ ഇമേജ് മാത്രമുള്ളൂ എന്ന് വിചാരിച്ചു. യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. നമ്പർ ചാർട്ട്. ഓക്കെ, കളർ ചെയ്തിട്ടില്ല. ഓക്കെ, നന്നായിട്ടുണ്ട്. കേട്ടോ. നെക്സ്റ്റ് ഖദീജ, ലിച്ചി, ഷിബിത. ഒരു 3 പേരും പ്രസ് ചെയ്തോ കേട്ടോ. ഖദീജ, ഷിബി, ഓക്കെ. ലിച്ചിയുടെ കാണാൻ പറ്റുന്നുണ്ട്, ഷിബിതയുടെ കാണാൻ പറ്റുന്നുണ്ട്. ആൽഫബറ്റ് ചാർട്ട് അതായിരിക്കും കേട്ടോ. നല്ല സ്റ്റാർ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, നമ്പർ ചാർട്ട് എന്തെങ്ങനെ മനസ്സിലായില്ല? ഷിബിത, നമ്പർ ചാർട്ട് ഇത് നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് 5 പേരുണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഓക്കെ, മനസ്സിലായി. റെയിൻബോ 7. ഓക്കെ, ഓക്കെ. 8 എന്താ കൊടുത്തിരിക്കുന്നത്? കിളികളുണ്ട്. ആണല്ലേ, കാണാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. ഇത് 9. ഓക്കെ, അത് ക്യാമറയിലായതുകൊണ്ട് മനസ്സിലായില്ല പെട്ടെന്ന്. ശരി കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരാളുടെ പേര് വിളിച്ചില്ലേ? ഖദീജനെ വിളിച്ചിരുന്നു. വിളിച്ചിട്ടുണ്ടോ? ഞാൻ കാണിച്ചു. ഓക്കെ, ഓക്കെ. ഷിബിത, ബിന്ദുജ, മഞ്ജു. ഷിബിത, ബിന്ദുജ, മഞ്ജു. ബിന്ദുജയുടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, പിന്നെ ഇത് നമ്പർ ചാർട്ട്. കാണാൻ പറ്റുന്നുണ്ട്. ബിന്ദുജയുടെ കണ്ടു കേട്ടോ. ഓക്കെ, ഷിബിത, താങ്ക് യു മാം. ഞാൻ ഞാനിപ്പോ കാണിച്ചില്ലേ മാം? ഷിബിത നേരത്തെ കാണിച്ചില്ലേ? ഓക്കെ, ഞാൻ ആ ഓർഡർ വീണ്ടും വിളിച്ചത്. മഞ്ജു, ആൽഫബറ്റ് ചാർട്ട് മാം. ഓക്കെ, ഓക്കെ. ഇമേജ് ചെറുതാണോ? അല്ല, ഇത് നമ്പർ ചാർട്ട്. അടുത്ത 3 പേര് അമല, ശരണ്യ, നീനു. അമല, ശരണ്യ, നീനു. അമലയുടെ കാണാൻ പറ്റുന്നുണ്ട്. അൽഫബറ്റ് എഴുതിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എഴുതല്ലേ? നല്ലണ്ട. പിന്നെ ഇമേജ് ചെറുതായി പോയോ എന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇപ്പൊ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യാതെ കുഴപ്പമൊന്നുമില്ല. അല്ലെ? നമ്പർ ചാർട്ട് പുതിയ ഐഡിയ. ഓക്കെ, ഓക്കെ. കളേഴ്സ് പഠിപ്പിക്കാം അല്ലെ?
നമ്പർ ചാർട്ട് യൂസ് ചെയ്ത് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അമലന്റെ ആൽഫബറ്റ് അമല വരച്ച എഴുതിയതാ ലെറ്റേഴ്സ് ഒക്കെ. ശരണ്യ നീനു. ശരണ്യ നീനു. ശരണ്യയുടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ 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 നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ നീനു എന്താ കാണുന്നുണ്ടാ? ആ നീനു ഓക്കേടാ. ആ കാണാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെ ബാക്ക് ക്യാമറ ആക്കുക? കുഴപ്പമില്ല, മോനെ ചാർട്ടിന്റെ അടുത്ത് പിടിച്ച് കാണിച്ചോ. മടക്കി വെച്ചിട്ടേ ചുരുണ്ട് പോണു. ആ അത് ഭംഗിയുണ്ടല്ലോ, കുഞ്ഞാട്ടിലെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. അയ്യോ കാണാൻ പറ്റില്ല. കാണുന്നുണ്ടാ? നിക്കോ. ഓക്കെ 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 നന്നായിട്ടുണ്ട്. ആനക്കുട്ടിനെ ഫുള്ളായിട്ട് കാണുന്ന ആഗ്രഹമുണ്ട്. ദിവ്യ സെലിൻ ജാസ്മിൻ. ദിവ്യ സെലിൻ ജാസ്മിൻ. 3 പേരുടെ പേര് വിളിക്കുന്നത് ഓരോരുത്തരായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിവ്യയുടെ കാണാൻ പറ്റുന്നുണ്ട്, ജാസ്മിന്റെ കാണാൻ പറ്റുന്നുണ്ട്. ദിവ്യയുടെ നല്ല വലുതാണ്, ഇമേജ് വലുതാണ്. ഓക്കെ നമ്പർ ചാർട്ട് കാണിച്ചാൽ മാം ഞാൻ കാണിക്കട്ടെ. കാണിച്ചോടാ. ദിവ്യയുടെ കണ്ടു കേട്ടോ. നന്നായിട്ട് ദിവ്യ. ജാസ്മിനെ കാണാൻ നമ്പർ ചാർട്ട് കാണാം കേട്ടോ. ഓക്കേടാ. ചെയ്തോട്ടാടോ. നമ്പർ ചാർട്ട് കണ്ടു. ഓക്കെ നന്നായിട്ട് വരച്ചിരിക്കണല്ലേ. ആ ഇമേജ് വരച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ. വരച്ചതാണ് ഫുള്ള്. കേട്ടോ രചിതനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൽഫബറ്റ് ചാർട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. തെലുങ്കിലെ അടിപൊളിയായിട്ടുണ്ട്. നമ്പർ ചാർട്ട് നല്ല രസമുണ്ട്. ഓക്കേടാ. ഇനി ഓർഡർ വെക്കുമ്പോ ഓരോരുത്തരായിട്ട് പ്രസന്റ് ചെയ്തോട്ടാ. സഫീന, നിഹിൽ, ഹസീന. സഫീന, നിഹിൽ, ഹസീന. ഇല്ലായിരുന്നു. സഫീന, സഫീന, നിഹിൽ. എനിക്ക് പറയുന്നത് കേൾക്കാവോ? ഹസീന, ഹസീന, ഷഹന, ഷഹന. മാം ഞാൻ പ്രസന്റ് ചെയ്തോട്ടെ. ഓക്കെ പ്രസന്റ് ചെയ്തോടാ. നിഖില, നിഖില എന്ന പേര്. ആ നഹില. ഇത് നമ്പർ ചാർട്ടും നമ്പർ ചാർട്ട് കാണാടാ. ഇത് ആൽഫബറ്റ്. ഓക്കെ നല്ല. താങ്ക് യു മാം. ഷഹന, ആൽഫാബറ്റ് ചാർട്ട്. ഓക്കേടാ. നമ്പർ നമ്പർ ചാർട്ട്. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. രമ്യപ്രിയ, രമ്യപ്രിയ. കാണാമോ? ആ കാണാടാ. രമ്യ നന്നായിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താണല്ലോ. നമ്പർ ചാർട്ട് നമ്പർ ചാർട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഷിബി കാണാമോ? കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നത് ക്ലിയർ ആയി. രമ്യ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഷൈബ. ഓക്കേടാ. ഷൈബ
പ്രസന്റ് ചെയ്തോട്ടെ. നമ്പർ ചാർട്ട് കണ്ടു കേട്ടോ. നമ്പർ ചാർട്ട് ആൽഫബറ്റ്. ഓക്കേടാ. മാം ഞാൻ ചെയ്തോട്ടെ? അമ്മയുടെ പേര് ഞാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ചെയ്തോട്ടെ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രസന്റ് ചെയ്തോളാം. ആൽഫബറ്റ് ചാർട്ട്. ഓക്കേടാ. നമ്പർ ചാർട്ട്. ഓക്കേടാ. നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട്. ആര്യ. ആര്യ. ഷംസിയ. ഷംസിയ. നമ്പർ ചാർട്ട്. ഓക്കേടാ. ഓക്കെ, കാണാം കേട്ടോ. ആൽഫബറ്റ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. സുജിഷ. സുജിഷ. കാണാവോ മിസ്സേ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. കാണാവോ? നമ്പർ ചാർട്ട്. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പ്രിയ. പ്രിയ. മിസ്സേ ഞാൻ കാണിക്കട്ടെ. ആര്യ. അടിപൊളി. ഓക്കെ, പ്രസന്റ് ചെയ്തോളാം. മിസ്സേ ഇനിയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആര്യയുടെ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും ആൽഫബറ്റ് ചാർട്ട് കണ്ടു കേട്ടോ. നമ്പർ ചാർട്ട്. ഓക്കെ ഓക്കെ. കളർ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. പ്രിയ. കളർ ചെയ്തിട്ടില്ല, രണ്ടും കളർ ചെയ്തിട്ടില്ല മാം. കളർ ചെയ്യുന്നത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. മിസ്സേ ആര്യ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മിസ്സേ എന്റെ സെൻസ് ഓർഗൻ ഒന്ന് കാണിക്കട്ടെ. മിസ്സേ അന്ന് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. കേട്ടോ. മിസ്സേ ഇത് ഐസ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാടാ കാണാട്ടാ. ഇത് നോസ്. ഇത് ഇയർ. ടങ്. സ്കിന്ന്. എല്ലാവരും സ്കിന്നിന് ഹാൻഡ് ഒക്കെ വെച്ച്, ഞാൻ പക്ഷെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പിക്ചർ ആയി പോയി. കുഴപ്പമുണ്ടോ മിസ്? ഇല്ല, കുഴപ്പമില്ല, നന്നായിരുന്നു. പിന്നെ ആൽഫബറ്റിന്റെ ഈ ഇതില്ലേ, ഇത് ഇതൊക്കെ കാണിക്കാറായോ? കഴിഞ്ഞില്ലേ ഡേറ്റ്? പക്ഷെ ആരും കാണിച്ചില്ല എന്ന് തോന്നണു. കാണിച്ചില്ല. അത് കുറച്ചും കൂടെ സമയം കൊടുത്തായിരുന്നു മാം. നമ്മൾ ജൂലൈ ലാസ്റ്റ് വരെ സമയം കൊടുത്തായിരുന്നു. ചെയ്തിട്ടുണ്ട്, കുറച്ച് പേർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരുടെയും കൂടെ ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാന്ന് വെച്ചിട്ടായിരുന്നു. കംപ്ലീറ്റ് ആയി, നന്നായിട്ടാ. നെക്സ്റ്റ് ഇട്ടാ ആരാണ്? ഷബിയ, സംഗീത, സജീന. ഞാൻ ഈ പേര് വിളിക്കുന്നത് ഓരോരുത്തർക്കും പ്രിപ്പയർ ആവാനാ. ആദ്യം വിളിക്കുന്നവര് ഓരോരുത്തരായിട്ട് ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാം. സംഗീത. സജീന. സജീന. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ടല്ലോ. വച്ചിക്കണല്ലേ? ഓക്കെ, വരയ്ക്കാനൊക്കെ കഴിവുള്ളവരാണോ? താങ്ക് യു മാം. ഷംസിയ. സംഗീതയാണേ. സംഗീത അല്ലേ? എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതാണോ? അല്ല, ഒട്ടിച്ചിരിക്കുന്ന കാണാമോ? കാണാം, നന്നായിട്ടുണ്ട്. വെട്ടി ഒട്ടിച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ.
ആ രസമുണ്ട്. രസമുണ്ട്. ആ ഷംസിയ നമ്പേഴ്സ്. ആ ഓക്കേടാ. നമ്പേഴ്സ് നോക്കട്ടെ. ആ ഓക്കേടാ. മാം ആ പറഞ്ഞോടാ. എനിക്ക് സെൻസ് ഓർഗൻസ് അന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല എല്ലാരും കൂടി കാണിക്കല്ലായിരുന്നു, അപ്പൊ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ചെയ്തോ. ഇതാ ഐ സി നോസ് ടു സ്മെൽ, ഹിയർ ടു ഹിയർ, ടങ് ടു ടേസ്റ്റ്, skin to touch. Thank you. മിസ് ഞാനും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് സെൻസ് ഓർഗൻസ്. ഇനി ഇങ്ങനെ കാർഡ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ടെക്സ്റ്റ് കാണാം. നോസ് കാണാൻ പറ്റുന്നുണ്ട്. ആ നോസ്. അപ്പൊ സ്മെല്ല് ബാഡ് സ്മെല്ലും ഗുഡ് സ്മെല്ലും അങ്ങനെയല്ലേ? അങ്ങനെ. ഇയർ അപ്പൊ സോഫ്റ്റ് സൗണ്ട്, ഹാർഡ് സൗണ്ട് അങ്ങനെ. അപ്പൊ ടച്ച് ആണെങ്കിലും സോഫ്റ്റ് ടച്ചും ഹാർഡ് ടച്ച് അങ്ങനെ. അപ്പോ എല്ലാവരും പറഞ്ഞോടാ. ഞാൻ കാണിച്ചോട്ടെ. സെൻസോറിലാണോ? യെസ് മാം. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് ജൂലൈ അവസാനത്തേക്ക് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ജൂലൈ ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു ഡേ പറഞ്ഞിട്ട് അതിനുള്ള ബാക്കിയുള്ള മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് ഒരു ചെറുതായി പോകും. പിന്നെ കുറച്ച് ആവുമ്പോ അത് പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതൊരു കാർഡ് ബോർഡിൽ മുകളിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ബോർഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് മുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം അല്ലേ? അല്ല, എവിടെ മുതലല്ലേ? മിസ്സേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ആടാ, പറഞ്ഞോ. മിസ്സേ അതെ, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ എനിക്കിതൊന്നും ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാന് അടുത്ത ക്ലാസ്സിൽ മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കാതെ. അടുത്ത ക്ലാസ്സിൽ നിന്നും വരുമ്പോൾ ചെയ്യണം. ഞാൻ എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. ഞാന് ഇവര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറയാന്. കുഴപ്പമില്ല, പതുക്കെ ചെയ്താൽ മതി. മോനെ പനി ഇതൊക്കെ ആയിട്ട് അണുബാധയൊക്കെ ആയിട്ട് ബ്ലഡിൽ അഡ്മിറ്റ് ആയിരുന്നേ. ഒരാഴ്ചയോളം ഹോസ്പിറ്റലായിരുന്നു. ഇപ്പൊ വന്നിട്ട് 2-3 ദിവസമായിട്ടേ ഉള്ളൂ. ഓക്കേടാ, ഇത് ടൈം പോലെ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ കറന്റ് തരുന്ന ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആക്കാം. ബാക്കി പെയിന്റിംഗ് ഉള്ളത് പതുക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, കാണുന്നുണ്ട്. ഇപ്പൊ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ മാത്രല്ലേ അത് കാണിക്കാത്തുള്ളൂ. കുഴപ്പമില്ല. ഇപ്പൊ ഞാനിവിടെ കാണിച്ചതൊന്നും മാർക്ക് ഇപ്പൊ ഇടൂല. നമ്മൾ വൈബയുടെ സമയത്താണ് മെറ്റീരിയൽസ് ശരിക്കും വാല്യൂ ചെയ്യണം. ജസ്റ്റ് കറക്റ്റ് ചെയ്യാണ്. മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണം, നിങ്ങൾ എല്ലാ മെറ്റീരിയൽസും ചെയ്തു കംപ്ലീറ്റ് ആയി എന്നൊരു ഉറപ്പ് വരുത്താനും കൂടിയാണ്
ഇങ്ങനെ ഒരു ടൈം പീരീഡ് തരുന്നത്. Okay? അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഹെവി ആയി പോകും ഭയങ്കര. എല്ലാ മെറ്റീരിയൽസും കൂടി ലാസ്റ്റ് ഒരു 2 months മുമ്പാണ് നമ്മൾ തരുന്നതെന്ന് വിചാരിക്കും. അത് എല്ലാവർക്കും അത് ഭയങ്കര പാടായിരിക്കും അല്ലെ. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ക്ലാസ്സിൽ പഠിച്ച് പോകുന്നതിനൊപ്പം തന്നെ ചെറിയ ചെറിയ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഈസി അല്ലേ? അതെ അതെ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്താൽ മതി. മോന് മാറിയിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം അവനെ നോക്കിയതിന് ശേഷം ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് 1.5 വയസ്സായിട്ടുള്ളേ. എന്തായാലും നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ മാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ ചെയ്തവരാരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇട്ടുതരാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും Okay, ഉണ്ടെങ്കിൽ thank you. വിളിച്ചാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഹലോ മിസ്സേ, ഇത് വൈവിക്ക് വരുമ്പോ കൊണ്ടുവരണോ? ഇതൊക്കെ ഈ ആക്ടിവിറ്റീസ് ചെയ്തൊക്കെ കൊണ്ടുവരണോ? കൊണ്ടുവരത്താലോ, ഓൺലൈൻ വൈകി അല്ലേ? വൈവയ്ക്ക് ചോദിച്ചാൽ മിസ് വൈവയ്ക്ക് കാണിക്കേണ്ടി ഓക്കെ. വരുമെന്ന് പറഞ്ഞു. വൈവ ഓൺലൈൻ ആണ്. നിങ്ങള് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഞാനാണ് നിങ്ങൾക്ക് വൈവ എടുക്കുന്നെങ്കിൽ ആ ടൈപ്പിൽ ഇപ്പൊ ഞാൻ വൈവ എടുക്കുന്ന ആ കുട്ടി മാത്രമേ നമ്മുടെ കോളിൽ കണക്ട് ആയിരിക്കുള്ളൂ. ഇപ്പൊ ദിവ്യേനെയാണ് ഞാൻ വൈവ എടുക്കുന്നത് വിചാരിക്കും. ദിവ്യയും ഞാൻ മാത്രമേ കോളിൽ കണക്ട് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരണം വൈവയുടെ സമയത്ത് എല്ലാ മെറ്റീരിയലും. അങ്ങനെയാ ജിഷ മിസ് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒന്നും ഇപ്പൊ കളയാൻ പാടില്ല, സൂക്ഷിച്ചു വെച്ചോണം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ പോലും നിങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സ്കൂളിൽ കൊണ്ടുപോയാലും വേണമെങ്കിൽ വേറെ ഒരെണ്ണം സ്പെയർ കൊണ്ടുപോയിക്കോളൂ, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു. പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്നു, സൂക്ഷിച്ചു വെക്കാൻ മാക്സിമം നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയാം കുട്ടികൾക്ക് ഇനിയുള്ള മെറ്റീരിയൽസ് കുട്ടികൾക്ക് അത് ചെയ്ത് നോക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് ശരിയാണ്. വൈവയുടെ സമയത്ത് വൈവ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അതെ, വൈവ കഴിഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമോ എന്തെങ്കിലും. ഇപ്പൊ തന്നെ ഞങ്ങൾ ചെയ്തത് മാം, ഞാൻ എന്റെ സ്കൂളിലെ HM വിളിച്ചറിഞ്ഞപ്പോ HM പറയുകയാണ് അവർ LP സ്കൂളാ. അപ്പൊ എന്നോട് പറയുക, നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് തരണേ, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനാവുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ തരില്ല, എന്റെ പരീക്ഷയൊന്നും കഴിഞ്ഞിട്ടില്ല, അതെല്ലാം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുന്ന അവിടെ എല്ലാം ക്ലോസ് ആയതിനു ശേഷം ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടുത്തെ HM പറഞ്ഞു മോണ്ടിസറിയില് ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഉണ്ട്, നല്ല നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ആക്ടിവിറ്റീസിൽ പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല നല്ല ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് അവര് നമുക്ക് പറഞ്ഞു തന്നു. പഠിച്ചതാണോ കുട്ടി പഠിക്കുന്ന സ്കൂളാണോ? എന്റെ മക്കള് പഠിച്ച നേരത്തെ സ്കൂളിലെ HM ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ജസ്റ്റ് എപ്പോഴും വിളിക്കും എന്നെ. ഞാനിപ്പോ അവിടുന്ന് പ്രസിഡന്റായിട്ട് രാജിവെച്ച് ഇറങ്ങി, ഇപ്പൊ വേറെ സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ചുമ്മാ വിളിച്ചതാ. അപ്പൊ അവര് പറഞ്ഞു മോണ്ടിസറിയില് ആക്ടിവിറ്റീസ് കൂടുതലാണ്, പക്ഷെ എന്നാലും നല്ലൊരു ക്ലാസ് ആണെന്ന് പറഞ്ഞു. മോണ്ടിസറിയുടെ കോഴ്സ് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ഉണ്ട്, നമുക്ക് പ്രാക്ടിക്കലിന് പോകണം. അപ്പൊ ആ സമയത്ത് അച്ഛനോട് പറഞ്ഞു ട്രെയിനിങ് ഉണ്ട്, ഞാൻ വന്നോട്ടെ, ട്രെയിനിങ്ങിന് വേണ്ടിട്ട് ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ദിവ്യക്ക് ഏത് സമയം ഇവിടെ ഞങ്ങൾ കഥവ് തുറന്നിട്ടിട്ടുണ്ടല്ലോ, ദിവ്യക്ക് ഇല്ലാത്ത ഒരു ചാൻസ് ആർക്കും കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്റെ ദിവ്യ ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങൾക്ക് കൊണ്ട് തരണേ, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ തരാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, തരുമ്പോ പറയാ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തരാന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഈ വൈവിക്കാണ് നമ്മൾ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസിനൊക്കെ മാർക്ക് ഇടുക അല്ലേ? അതെ, ഇപ്പൊ നമ്മളത് ചെക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നമ്മള് എല്ലാവരും ചെയ്യുന്നത് കറക്റ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈവയുടെ സമയത്ത് ഞാൻ അത് പറഞ്ഞു തരുന്നതിനും ഏറ്റവും നല്ലതായിരിക്കും ഈ ടൈമിൽ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ എനിക്കൊന്ന് ഒരു വേറൊരു മെറ്റീരിയൽ ആക്കാനുള്ള ഒരു സ്പെയർ മെറ്റീരിയൽ ചെയ്തെടുക്കാനുള്ള ടൈം ഉണ്ടാവും ഇല്ലേ? മിസ് പറഞ്ഞു, അതായത് നമ്മൾ ചെയ്താണെന്ന് പറഞ്ഞു. നമ്മള് സാൻഡ് പേപ്പറിൽ മറ്റേ സാൻഡ് പേപ്പറിൽ ലെറ്റേഴ്സ് വെട്ടിയിട്ട് മറ്റേ ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? ചാർട്ട് ഒരു കനമുള്ള ചാർട്ടാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കാർഡ് ബോർഡിന് മുകളിൽ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് അതിന് മുകളിൽ ചാർട്ട് പേപ്പർ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല ഒരു ഇതുണ്ടാവും. കുട്ടികൾ ഇങ്ങനെ കൈമാറി പോകില്ല, കുട്ടികൾ കൈമാറി പോകുമ്പോൾ അത് കുറച്ച് കനം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും.
നമ്മൾ അല്ല, ഫ്ലാഷ് ഈ കാർഡ് സാൻഡ് പേപ്പർ എന്ന് പറയുന്നതേ നമ്മളിങ്ങനെ മറ്റേ ഭിത്തിയിലൊക്കെ ഒരക്കില്ലേ, ആ സാധനല്ലേ സാൻഡ് പേപ്പർ? അതെ 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 കൃഷ്ണപ്രിയ, അത് തന്നെ. സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും അവിടെ കടയിൽ ചെന്നിട്ട്. അതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഒത്തിരി ഹാർഡ് ആയിട്ടല്ല, കട്ട് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു 180 ആണോ ആണ് തോന്നുന്നു. ആ പേപ്പറിന്റെ ഒരു കണക്കുണ്ട്. ആ ആ ആ, ഓക്കെ ഓക്കെ. 120 ഉണ്ട്, 120. ഞാൻ 120 അല്ലേ? 120 വരെ ഉണ്ട്. നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ഏതാണോ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് എന്ത് ചെയ്യാ, പേസ്റ്റ് ചെയ്യാം. ഒരു നമ്മള് എന്താ പറയാ, ബേസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, ഈ ആൽഫബറ്റ് എന്ന് പറയുന്നത് ഹാർഡ് ആയിരിക്കണം. അപ്പൊ അവർക്ക് പ്രാക്ടീസ് സെൻസ് ആണ്, ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലായോ? ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ അത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും രണ്ടും വെട്ടണ്ടേ? വേണം. പിന്നെ നമ്പേഴ്സ് വേണം. നമ്പേഴ്സ് 1 1 to to 10 0 വരെ. വരെ. എന്താണ്? 0 to 9 വരെ സോറി, അല്ലെ? 0 to 9 വരെ. ഓക്കെ. പിന്നെ വവ്വൽസിന് വേറെ കളർ കൊടുക്കണോ? അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു ഗ്രൂപ്പില്. ആണെങ്കിൽ വവ്വൽസിന് ഒരു ബേസ് നമ്മൾ സാധാരണ ആൽഫബറ്റ്സിനേക്കാൾ കുറച്ചും കൂടി എന്താ പറയാ, ഒരു കളർ ചേഞ്ച് വവ്വൽസിന് കൊടുക്കുക. കുട്ടികൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇതിനൊരു കളർ ചേഞ്ച് വന്നിരിക്കണേ, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താ കുട്ടികൾ തന്നെ ചോദിക്കും ഇല്ലേ. ഇതെന്താ റെഡ് മിസ്, ഇതെന്താ ബ്ലൂ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത് വവ്വൽസ് ആണ്. അപ്പൊ ഒരാൾ ചെയ്തിട്ടുണ്ടല്ലോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വവ്വൽസിനും അവിടെ പ്രത്യേകത ഉണ്ട് ഇല്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ വവ്വൽസും ചെറിയ റെഡ് കളർ ഇത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചാർട്ടില്ലേ, ചാർട്ടിന്റെ പേസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കാർഡ്ബോർഡിൽ ചാർട്ട് ഒട്ടിച്ചു, എന്നിട്ട് സാൻഡ് പേപ്പർ ഇതിൽ ഫോട്ടോ എടുത്തിട്ട് ഇട്ട് കൊടുത്തേക്ക്. പിന്നെ സെൻസ് ഓർഗൻസ് ചെറുതായി പോയോ? അത് കുറച്ച് ചെറുതായി. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് ചർച്ചിലേക്ക് പോവാം. നമ്മൾ ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് പറയുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. ശാരീരിക ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ മേ ബി പാരലൈസ് ആയിട്ടുള്ള കുട്ടികള്, ഫുള്ളി പാർഷ്യലി പാരലൈസ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികള് നമ്മളുടെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് പറയുമ്പോൾ എനിക്ക് എന്റെ സുഹൃത്തിനെയാണ് ഓർമ്മ വരുന്നത്. പറയുന്നത് ഞാൻ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, സാധാരണ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഉണ്ട്. ഞങ്ങളുടെ സ്കൂളില് ഹൈസ്കൂളും ഉണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്. അപ്പൊ ഹൈസ്കൂളിലാകുമ്പോഴേക്കും കുറെ കുട്ടികൾ വരും. എന്നുവെച്ചാൽ പിന്നീട് 10 വരെ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ അവിടെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കുറെ കുട്ടികൾ, അന്നാണ് കുറെ കാലം മുമ്പാണ്, 2011, 12 ഒക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം അല്ല, ഇതിക്ക് മുമ്പാണ്, 2007, 8, 9 ആ ഒരു ടൈം പീരീഡാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികൾ വരും. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പുതിയ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് വേറെ സ്കൂളുകളിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ UP സ്കൂൾ വരെ ഉണ്ടാവുള്ളൂ, അവിടെ നിന്ന് കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. കുറെ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് പേജ് നമ്പർ 33 ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്നിരിക്കുക. ടീച്ചറുടെ പേര് സംഗീത എന്നാട്ടോ. അപ്പൊ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആ കാര്യങ്ങൾ പറയും, ഇന്ന് കുറച്ച് ഉപദേശിക്കുകയാണ് ഞങ്ങളെ. അപ്പൊ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, നാളെ മുതൽ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ കുട്ടി വരുന്നു. നാളെ എന്ന് പറഞ്ഞപ്പോ അടുത്ത ദിവസം നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ കുട്ടി വരുന്നുണ്ട്. ആ കുട്ടി കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് പോയി. പക്ഷേ ആ കുട്ടീനെ ആ സ്കൂളിലുള്ള കുട്ടികളെല്ലാവരും വളരെ മോശമായിട്ട് ആ കുട്ടികളോട് എന്താ പറയാ പെരുമാറി. അതിനുശേഷം അവള് പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവൾ എന്ത് ചെയ്തു, വീട്ടിൽ തന്നെ ആ ഒരു വർഷം ഫുള്ള് പോയില്ല. ഈ വർഷം ഞങ്ങൾ കുറച്ച് സാമൂഹിക പ്രവർത്തകരും എല്ലാവരും കൂടി ഇടപെട്ട് പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ അവിടെ പോയി സംസാരിച്ചു. കുട്ടിയോട് 10 ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങള് കുട്ടിയോട് ചോദിക്കുന്നത്, ഇത്രേതാ ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർമാരൊക്കെ വീട്ടിൽ വരും എന്ന് ഞങ്ങൾ ചിന്തിച്ചു. നമുക്ക് അറിഞ്ഞുള്ള സംഭവം. പിന്നെ ആ ടീച്ചറിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ കുട്ടീനെ വരുമ്പോൾ കളിയാക്കാൻ പാടില്ല, അവളോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ടീച്ചർമാരുടെ ഉപദേശങ്ങൾ അറിയാലോ, വളരെ ലിസ്റ്റ് ഓഫ് ഉപദേശങ്ങളാണ് തരുന്നത്. ഞങ്ങൾ എല്ലാവരും കേട്ടിരുന്നു. ഞങ്ങൾക്കപ്പ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാകുന്ന ഒരു ക്യൂരിയോസിറ്റി വന്നു, ആരാണ് വരുന്നത്,
എന്താണ് കുട്ടി അവിടെ പോയി പഠിക്കാൻ നിർത്തിയിരുന്ന കാലം. പക്ഷെ എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല. പെട്ടെന്നാണ് ഞങ്ങളുടെ സ്കൂളില് PTA പ്രസിഡന്റ് വരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറണമെങ്കിൽ ഒരു 5 സ്റ്റെപ്പ് 5-6 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ക്ലാസ്സിലേക്ക് കയറാനായിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ഒരു സൈഡിലായിട്ട് സ്റ്റാർട്ടിങ്ങിലായിട്ട് സ്ലോപ്പ് പോലെ ചെയ്യുന്നു. സാധാരണ നമ്മൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പാരലായിട്ട് പോവാം. 1 2 3 4 എന്ന് പറഞ്ഞാൽ പാരലായിട്ട് പോവാം. അതിന് പകരമായിട്ട് ഇവിടെ സ്ലോപ്പ് ഈ ഒരു സൈഡ് ഫുള്ള് സ്ലോപ്പ് ചെയ്യുന്നു. കുറച്ച് പൊളിച്ചിരിക്കുന്നു. കുറെ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, അവര് ഫീൽ ചെയ്യുന്നു. അത് നോക്കുന്നത് PTA പ്രസിഡന്റ് ആണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ മാറ്റമൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ ആദ്യം ഈ കുട്ടിയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അവളുടെ അമ്മയാണ്. അവിടെ ഇറങ്ങുന്നു, ഓട്ടോറിക്ഷ പുറകെ പോകുന്നു, വീൽ ചെയർ എടുക്കുന്നു, വീൽ ചെയർ കൊണ്ടുവന്ന് വെക്കുന്നു. ആളെ എടുത്താണ് വീൽ ചെയറിലേക്ക് എടുക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്, അവൾ ആദ്യമായിട്ട് കാണുന്നപ്പോഴാണ്. എന്നിട്ട് അവൾ ആ ഒരു ചെയറിൽ ഉന്തി വെള്ളിലേക്ക് കയറ്റി ക്ലാസ്സിൽ കൊണ്ടുവന്നായിരുന്നു. ക്ലാസ്സിലുള്ളത് കുട്ടി ഞങ്ങളപ്പോ ബെഞ്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നായിരുന്നു. ബെഞ്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. കുറച്ച് കുട്ടികൾ ബാക്കിലോട്ടൊക്കെ മാറിയിരുന്നു. കാരണം സാധാരണ നമ്മള് ബെഞ്ചിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അവളുടെ വീൽ ചെയറിൽ തന്നെയാണ് അവൾ ഫുള്ളായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും ചെറിയ ഡെസ്ക് നോക്കിയിട്ട് ക്ലാസ്സിലെ തന്നെ ഏറ്റവും ചെറിയ ഡെസ്ക് നോക്കിയിട്ട് അത് കൊണ്ടുവന്ന ആൾക്ക് ഇട്ട് കൊടുത്തു. അപ്പോ ആദ്യം ഞങ്ങൾക്ക് പേടിയായി. കാരണം എന്താണ്, എനിക്കോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ വന്ന് വഴക്ക് പറയും. അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവരോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ശരിക്കും ക്ലാസ് കഴിയുമ്പോൾ ഇന്റർവെൽ ആവുമ്പോ അമ്മ അവളെയും കൊണ്ട് എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂം ഉണ്ട്. ഞാൻ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താ പറയാ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നാക്കും. അപ്പൊ അവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ക്ലാസ് ആവുന്ന സമയത്ത് തിരിച്ചു വരും. അപ്പൊ അവൾക്ക് ജനിച്ചപ്പോൾ മുതലേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഡിസബിലിറ്റി ജനിച്ചപ്പോൾ മുതലുണ്ടായിരുന്നു. അപ്പൊ കുട്ടിക്ക് വയ്യാത്ത കുട്ടിയാണ് ജനിച്ചതെന്ന് പറഞ്ഞപ്പോ അച്ഛൻ അമ്മേനെയും മോളെയും ഉപേക്ഷിച്ച് പോയി എന്നാ പറയുന്നത്. അമ്മേനെ മോളെ ഉപേക്ഷിച്ചാണ് സുലാ ചേച്ചിയും അവളെയും ഉപേക്ഷിച്ചു. അച്ഛനാണ് എന്റെ പേര്. അവളെ ഉപേക്ഷിച്ചാണ് ചേട്ടൻ പോയി. അപ്പോ എന്നിട്ട് ആ അമ്മ എന്ന് പറയുന്നത് വേറെ ചോദിക്കുന്ന ഫോമില്ല. കാരണം ഫുൾ ടൈം ഇവളുടെ ഒപ്പം ഒരാൾ വേണം. നമുക്കറിയാലോ, ഒരാൾക്ക് നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടില്ല. ഫുൾ ടൈം ഉള്ള കാര്യങ്ങൾ നോക്കി ആന്റി കൂടെ ഉണ്ടാവും. ക്ലാസ് എടുക്കുന്ന സമയത്ത് പുറത്ത് നിൽക്കും. നമ്മുടെ ക്ലാസ്സിന്റെ പുറത്ത് ആന്റി നിൽക്കും, വരാതിയിൽ നിൽക്കും. അപ്പൊ കുറെ നമുക്ക് വിഷമം തോന്നും. കാരണം ഫുൾ ടൈം ഇത് 7 പീരീഡ് ഉണ്ടെങ്കിൽ 7 പീരീഡ് ആന്റി പുറത്ത് നിൽക്കാണ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, ടീച്ചർ സ്റ്റാഫ് റൂമിൽ നിന്ന് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തു. ക്ലാസ്സിന്റെ അകത്ത് ഇരുത്താൻ പറ്റില്ല, ക്ലാസ്സിന്റെ പുറത്തായിട്ട് സ്റ്റൂൾ ഇട്ടിട്ട് എടുത്തു. അപ്പൊ ആദ്യം കുറച്ച് നാൾ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം കുറച്ച് നാൾ ഇങ്ങനെ തന്നെ പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യങ്ങൾ വരുന്നത്. അപ്പൊ ആ സമയത്ത് ആന്റിനെ വിളിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ആന്റി അടുത്ത് തന്നെ ഉണ്ടാവും. എപ്പോഴും ഞാൻ എല്ലാ ദിവസങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയാണ്, അവൾ ക്ലാസ്സിലുണ്ടോ ആന്റി പുറത്തുണ്ടാവും. ഒരു ദിവസം പോലും എന്താ പറയാ അവൾ തനിച്ചാക്കിയിട്ടില്ല ആന്റി. അപ്പോ അന്ന് അവള് പഠിത്തം നിർത്തിപ്പോയാണ്. അതിന് മുന്നത്തെ വർഷം പഠിത്തം നിർത്തി വീട്ടിലിരുന്ന സമയത്ത് ആന്റിയുടെ ഭയങ്കര സപ്പോർട്ട് കൊണ്ടാണ് അവൾ വീണ്ടും പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. 8th 9th നമ്മൾ ഒരുമിച്ചൊരു ക്ലാസ്സിലായിരുന്നു. 10th ആയി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ക്ലാസ് മാറ്റി. ഞങ്ങളുടെ ക്ലാസ് വേറൊരു ബ്ലോക്കിലേക്ക് മാറ്റി. അവളുടെ ക്ലാസ് ആ ഒരു ക്ലാസ്സിലേക്ക് വേറൊരു ബാച്ച് വന്നു. എനിക്ക് തോന്നുന്നു 10A ആയിരുന്നു അവരുടെ ബാച്ച് വന്ന് ഞങ്ങൾ മാറി. അപ്പോ പിന്നെ 10th അവർ ആ ഒരു ക്ലാസ്സിലായിരുന്നു. 10th എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ, അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. കാരണം എല്ലാവരും കൂടെയുള്ളവരെല്ലാവരും നന്നായിട്ട് നല്ല മാർക്കിൽ പാസ് ആയിട്ടുണ്ട്. അന്ന് പഠിത്തം നിർത്തിയിരുന്ന ചിലപ്പോ അവർക്ക് അങ്ങനെ ഒരു മാർക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവളെ കണ്ടിട്ടില്ല. കാരണം +1 +2 ഞാൻ അതേ സ്കൂളിൽ തന്നെ പഠിച്ചത്. പക്ഷെ അവള് വേറെ സ്കൂളിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ 2024 ഞങ്ങള് റീയൂണിയൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2012 ബാച്ച് റീയൂണിയൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് വന്നിട്ടുണ്ടായിരുന്നു. അവളും അമ്മയും കൂടെ വന്നത്. അപ്പോ എല്ലാവരും അവരുടെ ജേർണിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, സംസാരിച്ചു. അപ്പൊ ആള് പണ്ട് ഭയങ്കര എന്താ പറയാ ഒതുങ്ങിയ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിൽ
എന്താ പറയാ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പൊ ആള് സംസാരിച്ചപ്പോ അവളുടെ ജേണി ഫുള്ളും ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള കാരണം അതാണ്. അവളുടെ ഈ ജേണി ഫുള്ളും അവളവിടെ അന്ന് അവള് പഠിത്തം നിർത്തി പോയിരുന്നെങ്കിൽ ഒരിക്കലും അവള് ഈ ഒരു നിലയിലേക്ക് വരില്ലായിരുന്നു. അതേപോലെ അവളുടെ അമ്മയുടെ സപ്പോർട്ട് പറയാൻ അത്രയും നന്ദി പറഞ്ഞു, ടീച്ചർമാരോട് താങ്ക്സ് പറഞ്ഞു. ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് വീണ്ടും പരിചയപ്പെട്ടു പറഞ്ഞാല് ഞങ്ങൾ എല്ലാവരും മാറിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കോമൺലി എല്ലാവരും കാണുന്നവരൊക്കെ ഓക്കെ സെയിം ആണ്, പക്ഷെ ബാക്കി എല്ലാവരും മാറിയിട്ടുണ്ട്. കുറെ പേരൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞങ്ങൾ പോയി വീണ്ടും പരിചയപ്പെട്ടപ്പോ അവളോട് പറഞ്ഞു എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവളിപ്പോ PWD ക്ലർക്കാണ്. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ജോലിക്ക് പോകുമ്പോ ഇതേപോലെ തന്നെ അമ്മയും ആളും കൂടി പോകും, ഒരുമിച്ച് തിരിച്ചു വരും. ആള് പുതിയ വീട് വെച്ചു. അന്ന് വീട് ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് വീട് വെച്ചു. ഇപ്പോഴും അമ്മയും മോളും കൂടി ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. കാരണം അന്ന് ആ ഒരു ഡിസബിലിറ്റിയുടെ പ്രശ്നം ഫേസ് ചെയ്തിട്ട് പോവില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇനി ഒരു നിലയിലേക്ക് ആ കുട്ടി എത്തില്ലായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഞാൻ കണ്ടതിൽ ഏറ്റവും എന്താ പറയാ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഭയങ്കര ഒരു റെസ്പെക്ട് ആണ് എനിക്ക് ആന്റിനോട്. എന്ന് വെച്ചാല് ആ ആന്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എല്ലാ ദിവസവും വരുന്നു. ആന്റിയുടെ ജീവിതം ഫുള്ളും നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് ആന്റിയാണ്. ഇതിനു മുമ്പായിട്ട് ആന്റിയുടെ ചെറുപ്പത്തില് മറ്റൊരു വിവാഹം കഴിക്കണം, ഇവിടെ എവിടെയെങ്കിലും ആക്കാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ആന്റിയെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അതൊന്നും വേണ്ട, എന്റെ മോൾക്ക് ഞാൻ എപ്പോഴും ഉണ്ടാവും കൂടെ എന്ന് പറഞ്ഞിട്ട് ആന്റിക്ക് ഒരു ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ജീവിതം മാറ്റിവെച്ചു. നല്ലൊരു റെസ്പെക്റ്റ് ആണ് ആളെ കാണുന്നത്. ഇപ്പൊ ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും ടീച്ചർമാർക്കായാലും കുട്ടികൾക്ക് പോലും ഭയങ്കര ഇഷ്ടമാണ് ആന്റി. അപ്പോ ആ കുട്ടിയുടെ ഗുഡ് നെയിം പ്ലീസ്. ആ കുട്ടിയുടെ ഗുഡ് നെയിം പ്ലീസ്, പേരൊന്ന് പറയോ? അർച്ചന. അർച്ചന. വൗ, നൈസ് നെയിം. നല്ല ഇഷ്ടം ആളെ കാണാൻ. ആള് കുറച്ച് പൊക്കം കുറവാണ്. പിന്നെ എനിക്ക് കീപ്പോട്ട് തളർന്നിരിക്കുകയാണ്. കൈക്കൊന്നും ഒരു പ്രശ്നമില്ല, കൈക്കും ഹാൻഡിനും കുഴപ്പമൊന്നുമില്ല, നടുവിന് കുഴപ്പമില്ല. ആൾക്ക് സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. എനിക്ക് താഴത്തേക്കാണ് തളർന്നിരിക്കുന്നത്. താഴത്തേക്ക് എന്ന് പറയുമ്പോൾ കാലം കുഞ്ഞിക്കാലം, നമ്മള് ചെറിയ കാലം. അത് യൂണിഫോം ഒക്കെ ഇട്ട് നല്ല രസമായിട്ടാണ് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് തന്നെ ഫീൽ ഇല്ല. നമുക്കൊരു എന്താ പറയാ, അങ്ങനെ ഒരു ഡിസബിലിറ്റി അല്ല, അവള് സ്പെഷ്യലാണ് അല്ലെ, അവള് ഭയങ്കര സ്പെഷ്യലാണ് അവള് തന്നെ പറയുന്നത്. ഭയങ്കര ഇൻസ്പിറേഷൻ. പണ്ടത്തെ ഭയങ്കര തൊട്ടാവാടി അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള് ഇപ്പൊ ഭയങ്കര എക്സ്ട്രോവേർട്ടാ. നമുക്ക് പോലും ഇൻസ്പിറേഷൻ ആണ് അവള്. അവളോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും മാറും. കാരണം എന്താണ്, അവളുടെ പ്രശ്നം അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒന്നും പ്രശ്നം അത്ര വലുതേ ഒന്നുമല്ല. നമുക്ക് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് പറയാം. ഞാൻ അവളുടെ കാര്യം പറഞ്ഞത് ഇത് വായിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. There are children with various type of physical disabilities. നമ്മൾ കാണുന്ന കുട്ടികൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ചവര് അത് അറിയാൻ പറ്റും. അങ്ങനെ പോകാറുണ്ട്, ട്രസ്റ്റിന്റെ ഇതിൽ പോകുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ പാട്ടുകളും അവരുടെ ഒപ്പവും ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോയിരുന്നു. അവരുടെ ഒപ്പം ഓൾഡ് ഏജ് ഹോമിൽ പോയി പാട്ടുകളൊക്കെ പാടി. ഞാൻ അങ്ങനെ ഒരു ട്രസ്റ്റിന്റെ ഡയറക്ടറിന്റെ കൂടെ ഞാനും അങ്ങനെ പോകാറുണ്ട്. എനിക്കിഷ്ടമാണ്. എന്നുവെച്ചാൽ അതിൽ കൂടുതലും ഈ ഭിന്നശേഷിക്കാരെ അവർക്ക് ഒരുപാട് അവരുടെ ന്യൂനതകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യും കാലും കണ്ണും ഒക്കെ ഭഗവാൻ തന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്യുന്നു മാം. അതിൽ ഞാൻ എന്നുവെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിരുന്ന ഒരു ഓൾഡ് ഏജ് ഹോമില് അവിടെ പാടാൻ വന്നത് കാല് തളർന്നിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അദ്ദേഹം പാടുന്ന പാട്ട് കേട്ടാ മാം നമ്മൾ അന്തം വിട്ടു പോകും. കാരണം ഞാനൊന്നും അവിടെ ഒന്നുമല്ല, ഞാൻ പാട്ട് പാടുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാലും ഞാൻ അതിനകത്ത് ഒന്നുമല്ല. കാരണം അവര് അതുപോലെ പാടുകയാണ്. പക്ഷെ അവർക്ക് എണീക്ക് നിൽക്കാൻ കെൽപ്പില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും, കാശ് വേണം. പക്ഷെ അവർക്ക് ജീവന കിട്ടിയ ഒരു ഇതായി പോയി. പക്ഷെ അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ 100 പേരാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്, 100 പേര്. കാരണം അവരെ മാറ്റി നിർത്തരുത്, സമൂഹം അവർക്ക് നല്ലൊരു അംഗീകാരം കൊടുക്കണം. അപ്പൊ എൻ്റെ കൂടെ, അതായത് ഇത് ട്രസ്റ്റ് നടത്തുന്ന
ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയറക്ടർ എനിക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് അവരും ഹാൻഡിക്യാപ്പാണ്. സോ അവർ വിചാരിച്ചു ഒരാള്, അതായത് ഞാൻ ഇങ്ങനെയായി, പക്ഷെ ഇനി സമൂഹത്തിൽ ആരും അങ്ങനെ ആകാൻ പാടില്ല, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്നും അദ്ദേഹം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിന്ന് തുടങ്ങി ഇന്ന് 10, 200, 500 പേരാണ് അദ്ദേഹത്തിന്റെ കൂടെ. സുജാത ഭാസ്കർ എന്നാണ് പേര്. അവർ നല്ലപോലെ ഹെൽപ്പ് മെന്റാലിറ്റി ആണ്. സോ ഞാൻ അവർ വിളിക്കുന്ന എല്ലാ പരിപാടിക്കും പോകും. അതുകൊണ്ട് മാം, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. മനസ്സിന് എനിക്ക് ശേഷിയില്ല ഇങ്ങനെയൊക്കെ ഈ ഓരോരുത്തരെ കാണുമ്പോൾ. അപ്പൊ നമുക്ക് എന്തിനാണ് മാം ഈ കണ്ണും മൂക്കും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നിട്ട് അവരൊക്കെ പാടുന്ന പാട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ല. കാരണം അവർ ന്യൂനതകൾ ഉള്ളവരാണ്, നമ്മൾ ന്യൂനതകൾ ഇല്ലാത്തവരാണ്. അത് നോക്കുമ്പോൾ ഭയങ്കര ഒരു അതുപോലത്തെ ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയും. മാമിന്റെ അനുഭവം കേട്ടിരുന്നപ്പോ ഞാൻ ഓർത്തു പോയെന്നേ ഉള്ളൂ, അപ്പൊ പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോ നമ്മൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അവർ മാറ്റി നിർത്തല്ല ചെയ്യുന്നത്, സമൂഹത്തിൽ മാറ്റി നിർത്തല്ല ചെയ്യുന്നത്. അവർക്ക് ഒരു കൈത്താങ്ങാകാൻ സാധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു കാര്യമാണ്. തന്നെ ചെയ്യുന്ന പോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം. അപ്പോ നമ്മള് കുട്ടികളുടെ കാര്യത്തില് സം ഓഫ് ദി ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ആർ കോഗ്നിറ്റീവ് or as the result of fetal disease. കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ജന്മനാലെ ഉള്ളതാവാം, അല്ലെങ്കിൽ നമ്മൾ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങൾ വരാൻ, ഇപ്പൊ മീസിൽ പോലുള്ള അസുഖങ്ങൾ വരാണെങ്കിൽ മേ ബി എന്താണ് കുട്ടിക്കും അങ്ങനെ വൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദെൻ മാൽന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നമ്മള് പ്രോപ്പറായിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് ഒന്നും കഴിക്കാതെ വരുന്നത്, ആക്സിഡൻസ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ ആക്സിഡൻസ് ഒക്കെ പറ്റുകയാണെങ്കിൽ കുട്ടീനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യും. ഇനി അങ്ങനെ എന്തെങ്കിലും ഡിസബിലിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ബോഡി പാർട്സിന് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദേ അഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇത് കുട്ടികളുടെ നോർമൽ ലൈഫിനെ അഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും. നമ്മൾ സൊസൈറ്റി ചെയ്യേണ്ടത് സിമ്പത്തറ്റിക് എന്ന് പറയുന്ന വേർഡ് തന്നെ തെറ്റാണ്. നമ്മൾ അവരെ നല്ലൊരു എംപതിയോട് കൂടി ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ് അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാം, അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കാം, അവരെ സപ്പോർട്ട് ചെയ്യാം, അവരോട് നല്ല എംപത്തറ്റിക് മൈൻഡോട് കൂടി നമ്മൾ അവരെ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാൻ വേണം. അപ്പോ നമ്മൾ ടീച്ചേഴ്സ് ആവുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഇങ്ങനെയുള്ള കുട്ടികളുടെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് പെട്ടെന്ന് ഹേർട്ട് ആവും. കാരണം ഡിസബിലിറ്റീസും കൂടി ഫിസിക്കലി ഓക്കെ അല്ലെങ്കിൽ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും, മനസ്സിനും അതൊരു വിഷമമായിരിക്കും. മറ്റുള്ളവർക്ക് ഓടാൻ പറ്റുന്നു, ചാടാൻ പറ്റുന്നു, എനിക്ക് മാത്രം പറ്റുന്നില്ല, അത് അവരുടെ ഉള്ളിൽ വിഷമമായിട്ട് കിടക്കും. അങ്ങനെയാണ് അവര് വരുന്നത്. ഞാനൊരു ഫ്രണ്ടിന്റെ കാര്യത്തിൽ അവള് ആ ഒരു സ്കൂളിൽ പോയ സമയത്ത് അവിടുത്തെ കുട്ടികളൊക്കെ അവളോട് വളരെ അകൽച്ചയിലോടുകൂടി പെരുമാറിയത്. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഡിപ്രഷൻ എന്നൊക്കെ പറയാം, അത്രയും ഒരു സ്റ്റേജിലേക്ക് പോയിട്ട് റിക്കവറായി വന്നതാണ്. അവളുടെ അമ്മയുടെ സപ്പോർട്ടും പിന്നെ ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് അവൾ വീണ്ടും പഠിക്കാൻ തുടങ്ങിയതും ആ ലക്ഷ്യങ്ങൾ അവൾ നേടിയെടുക്കുകയും ചെയ്തത്. അപ്പോ നമ്മൾക്ക് കുട്ടികൾക്ക് എന്താണ് ഫിസിക്കൽ അല്ലെങ്കിൽ പെർഫോമൻസ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ അങ്ങനെ കുട്ടികളുടെ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. എല്ലാ കുട്ടികൾക്കും ഒരേപോലുള്ള ട്രീറ്റ്മെന്റ് ആവണം എന്നില്ല. അവരുടെ നീഡ്സ് അനുസരിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ അവർക്ക് വേണ്ട എയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോ നമ്മൾ സാധാരണ നോർമൽ കുട്ടികൾ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല എന്താ പറയാ അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയാലും, ഞാൻ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞു, സ്റ്റെയർ അവർക്ക് വേണ്ടിയിട്ടാണ് PTA ഫണ്ട് എടുത്ത് ആ ഒരു സ്ലോപ്പ് പോലൊരു സ്റ്റെയർ ചെയ്തത് അവർക്ക് വേണ്ടി മാത്രം. കാരണം നിന്നും ആ ഒരു സ്റ്റെയർ അവിടെ ഇട്ട് ഞാൻ ലാസ്റ്റ് ഒരു 2 ദിവസം മുമ്പ് അറ്റസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അവിടെ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ എന്താ പറയാ ചെറുപ്പത്തില് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആദ്യമായിട്ട് വന്നതാണ്. അപ്പൊ ഇടുക്കിയൊക്കെ പോകാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് അവിടെ. അപ്പോ ആ ഒരു സ്റ്റെയർ തന്നെ നമുക്ക് വേണ്ടിയിട്ട് പണിതാണ്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ്, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തു കൊടുത്തു, ചെറിയ ഡെസ്ക് നോക്കി അവൾക്ക് ചെയ്തു. അവൾക്ക് നമ്മുടെ വീൽ ചെയറിനൊപ്പം വരുന്ന ടൈപ്പ് ഡെസ്ക് വേണം, അങ്ങനത്തെ ഡെസ്ക് നോക്കി ടീച്ചർ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ അവളെ ഒന്ന് കൺസിഡർ ചെയ്യാണ്, അല്ലെ? അവളുടെയും കൂടി പഠനം നമ്മൾ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ കാര്യം വിട്,
അപ്പോ ഇങ്ങനെയുള്ള കുട്ടികളെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരെയും കൂടി നമ്മൾക്ക് വേണം. അവരും പഠിക്കുന്നത് ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് എന്നത് ഉറപ്പുവരുത്താൻ. ഓക്കെ, അങ്ങനെ നമ്മളുടെ മുമ്പിൽ വരുന്ന എന്തെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്ത് ഒരേപോലുള്ള എന്തോ എടുക്കണം, ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ഭയങ്കര മാം സന്തോഷിക്കും മാം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ, ഭയങ്കര സന്തോഷമായിരിക്കും. മാം ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളാം. ഞാൻ 5th പഠിക്കുമ്പോ ജ്യോതി പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഓട്ടിസം ആയിരുന്നു. അപ്പോ ഞങ്ങള് ബെഞ്ചിലിരിക്കുന്ന സമയത്ത് ടീച്ചർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. അപ്പോൾ ഫസ്റ്റ് ബെഞ്ചിലാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേര്. അപ്പോ ഒരു കുട്ടി വരാതെ ആയപ്പോ ഈ കുട്ടിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നിരുത്തി. സംഭവം എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത് ഒരു പേടിയാണ്. കാരണം ആൾക്ക് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആളോട് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു, എന്താ പേര് എന്നൊക്കെ ചോദിച്ചപ്പോ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് റിയാക്ട് ചെയ്തത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട, അവളോട് എങ്ങനെയാണ് നോക്കട്ടെ എന്നിട്ട് സംസാരിച്ചാൽ മതി പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ഫ്രണ്ട് ആക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങള് ഇന്റർവെല്ലിനൊക്കെ പുറത്തിറങ്ങുമ്പോൾ ആളെ കൈ പിടിച്ച് കൂട്ടിയിട്ട് പോകും. ആള് ഭയങ്കര തടിയായിരുന്നു. ഭയങ്കര തടി പറഞ്ഞാൽ ഈ പട്ടുപാവാട മാത്രമേ ആള് യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ആൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെ പൊക്കാൻ പാടില്ല, അതൊന്നും അറിയില്ല. അപ്പൊ ആൺകുട്ടികളൊക്കെ കളിയാക്കും. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ കളിയാക്കണ്ട, അവൾ എന്റെ ചേച്ചിയാണ് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ അങ്ങനെ പറയും. എന്റെ കുടുംബമാണ്, ഫാമിലിയാണ് പറയുമ്പോൾ അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടും. പിന്നെ എഴുതണം നോക്കിയപ്പോ ഫുള്ളും സ്വരാക്ഷരങ്ങൾ മാത്രമേ ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ലെസൺ വായിക്കുമ്പോൾ ഞാൻ ഉറക്ക വായിച്ചു കൊടുക്കും. ഞാൻ ഒപ്പം ഇരുന്നിട്ട് ഞാൻ വായിക്കുമ്പോൾ അവളുടെ അടുത്ത് പറയും കൈ വിരൽ വെക്കി, എന്നിട്ട് അതിങ്ങനെ വായിക്കിട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ ആള് എൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയായി. ടീച്ചർ എന്ത് പറഞ്ഞാലും കേൾക്കില്ല ആള്. എന്ത് പറഞ്ഞാലും ടീച്ചർ പറയും ഭക്ഷണം കഴിക്കൂ, അമ്മ ബീട്രൂട്ട് തന്നിട്ടില്ലേ ഒക്കെ പറയും. അവള് പറയും വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം വരും, ടീച്ചറെ തല്ലാൻ പോവും. ഞാന് നോ എന്ന് പറഞ്ഞ ആൾ അവിടെ ഇരിക്കും. അങ്ങനെ ആയപ്പോ ആളുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, ഇങ്ങനെ ഒരാളുണ്ടല്ലോ ഉള്ള കൂടെ എന്നുള്ളൊരു ഇതില്. എന്റെ കൂടെ തന്നെ ഇന്റർവെല്ലിന് ഞാൻ വർഷയുടെ കൂടെ പോവുള്ളൂ, അത് സൗണ്ടൊക്കെ വേറെ മാതിരിയാ, ഞാൻ വർഷയുടെ കൂടെ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ തന്നെ പിടിക്കും. അപ്പോ എക്സാം സമയമായപ്പോ ആൾക്ക് ഒരു പനി ഫിക്സ് പോലെ വന്നു. ഫിക്സ് പോലെ വന്നിട്ട് എന്താണ് ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ ആയപ്പോ ഞാൻ പെട്ടെന്ന് ടീച്ചറെ വിളിച്ചു. ടീച്ചർ പറഞ്ഞു അവരുടെ പാരന്റ്സിനെ അറിയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആള് അവിടുന്ന് ഡോക്ടറെ അടുത്ത് പോയി. പിറ്റേ ദിവസം എനിക്ക് കാണാൻ പറ്റാതെ ആയപ്പോ എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. അടുത്തില്ലാത്തതുകൊണ്ട് എനിക്ക് പഠിക്കാനേ തോന്നിയില്ല അന്നത്തെ ദിവസം. അപ്പൊ അവളുടെ വീട് അവിടെ സ്കൂളിന്റെ അടുത്താണ്. അമ്മടുത്തും ആരടുത്തും പറയാതെ ഞാൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ അവരുടെ വീടൊരു കാട്ടിന്റെ ഉള്ളിലാ. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അവിടെ പോയി, അവളെ കണ്ടു. അവൾക്ക് ഭയങ്കര സന്തോഷമായി, എന്നെ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 7th വരെ ഞാൻ അവളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 7th ആയപ്പോ അവര് അവിടുന്ന് മാറ്റി, ആ സ്കൂളിനെ മാറ്റി. 8th ഞാൻ വേറെ സ്കൂളിലേക്കും പോയി. പിന്നെ കാണുന്നത് ഞാനൊരു 10th ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു അമ്പലത്തിലൊരു വിശേഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് കണ്ടപ്പോ ഞാന് ജ്യോതി എന്ന് പറഞ്ഞ വിളിച്ചപ്പോ വേഗം അത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വർഷാ പറഞ്ഞിട്ട് അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചു. കാരണം എന്നെ മറന്നിട്ടില്ല. അവര് എപ്പോഴും പറയും നിന്റെ പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ കാണാൻ വന്നിട്ടില്ലെങ്കിൽ അവള് നിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ മാരേജ് ആ ടൈം ആയപ്പോ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര സങ്കടം. വേണ്ട വർഷ പോണ്ട, ഞാൻ അടുത്തന്നെയാണ് കല്യാണം കഴിച്ച് പോകണമെന്ന് പറഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം കാണാൻ പോയി. മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ പോയി. ഇങ്ങനെ കുട്ടിയാവാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോ വേറെ എല്ലാവരും അവള് തല്ലും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വേഗം വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കുറെ ഉമ്മ തന്നു. അപ്പൊ അവരുടെ സ്നേഹം ഒരിക്കലും നമുക്ക് വേറൊരാളുടെ നിന്ന് കിട്ടുകയില്ല, അങ്ങനെയുള്ള ആൾക്കാരുടെ. വർഷ ഇയാള് കരയിപ്പിച്ചു ഞങ്ങളെ. സത്യം എനിക്ക് ഞാനും കരഞ്ഞിട്ടായിരിക്കണേ. കരഞ്ഞുപോയി. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോ
എന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്ലാസ്സിന് വേണ്ടി കൊണ്ടുപോകണമെന്നുണ്ട്. നമുക്ക് സമയം അത്ര ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, miss. Thank you, ma'am.